ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാദജ്യോതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റീഡിങ് ചെയ്യാൻ പോവാണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റീഡിങ് ചെയ്യാൻ പോവാണ്. കരിയറിൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്റ്റക്നെസ് ഒക്കെ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു റീഡിംഗ് ആണ്. ആരൊക്കെയാണോ ഇപ്പോൾ കരിയറിലൊരു പ്രോബ്ലം നേരിടുന്ന ഒരു സ്റ്റാഗ്നൻ്റ് എനർജി അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം, കരിയർ മാറേണ്ടി വരുമോ എന്നുള്ളൊക്കെ ഒരു സംശയമായി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്മളിപ്പോൾ ഇന്ന് നാദജ്യോതിയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് 3 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. മൂന്നാമതൊരാളുടെ ഒരു ഇടപെടൽ നിങ്ങളുടെ കരിയറിനെ ബാധിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രോബ്ലം അതാണ്. മൂന്നാമതൊരാളുടെ ഒരു ഇടപെടൽ സംഭവിക്കുന്നു. നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ ഒരവസ്ഥയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങളുടെ ഒരു പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. യെസ്, അതുപോലെ തന്നെ ഫാമിലി, എനിക്ക് തോന്നുന്നു മൂന്നാമതൊരാളുടെ ഇടപെടൽ എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബം തന്നെയായിരിക്കാം. നിങ്ങളുടെ ഒരു ഫാമിലിയാണ് നിങ്ങളെ എന്താ പറയുക, കരിയറിൽ മുന്നോട്ട് പോകാൻ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നൻ്റ് ഫീൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഞാൻ കരിയറിലോട്ട് മുന്നോട്ട് പോയാൽ എനിക്ക് എൻ്റെ കുടുംബം നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ളൊരു ഭയമായിരിക്കാം നിങ്ങൾക്ക്. ആ ഒരു ഇതാണ്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഫാമിലിയാണ്. നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെയോ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട്, അച്ഛനാവാം, അമ്മയാവാം, വൈഫാവാം, ഗേൾ ഫ്രണ്ടാവാം, ബോയ് ഫ്രണ്ടാവാം, കുട്ടികളാവാം. ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെയുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ആവാം. കുടുംബമൊക്കെ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നൊരു ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അതാണ് നിങ്ങളുടെ ആ ഒരു ബ്ലോക്ക് കിടക്കുന്നത്, കരിയറിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ബ്ലോക്ക് ആയിട്ട് തോന്നുന്നത്. പക്ഷേ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. നിങ്ങളുടെ കരിയർ അങ്ങനെ നശിച്ചു പോകുമൊന്നുമില്ല. കാര്യം എസ്പെഷ്യലി ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി കരിയർ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് ചെയ്യാനൊക്കെ സാധിക്കുമെങ്കിലും നിങ്ങൾ എന്താ പറയുക, ചെയ്യുന്നില്ല. അങ്ങനെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഫാമിലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഒരിക്കലും ഫാമിലി കാരണം നിങ്ങളുടെ കരിയർ നശിച്ചൊന്നും പോകാൻ പോണില്ല. അങ്ങനെയൊന്നും വിഷമിക്കേണ്ട. നിങ്ങളുടെ കരിയറിൽ പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്. കരിയർ നിങ്ങൾക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. ശരിക്കും അതിൻ്റെ ഒരു പവറിൽ അത് മുന്നോട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ ഫാമിലി കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാരണം നിങ്ങളുടെ കരിയർ വഴിമുട്ടിപ്പോവോ അങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അവരൊന്നും ഒരിക്കലും നിങ്ങൾക്കൊരു തടസ്സം ആവില്ല. ഇപ്പോഴത്തെ ഒരു സ്റ്റാഗ്നൻ്റ് എനർജി നിങ്ങൾ നോക്കണ്ട. പക്ഷേ അതെല്ലാം പോസിറ്റീവാണ്. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ആ ഒരു വിഷമമൊക്കെ മാറി നിങ്ങൾക്ക് മുന്നോട്ട് എന്ത് സംഭവിക്കും, നല്ല തുടക്കങ്ങൾ കരിയറിൽ വരാൻ പോവുകയാണ്. ഓക്കെ, അതുകൊണ്ട് അതോർത്ത് വിഷമിക്കേണ്ട എന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത്. ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതിയ തുടക്കവും വരുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഉന്നമനവും വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കരിയറിലൂടെ നിങ്ങൾക്ക് സമ്പത്തും വരുന്നുണ്ട്. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ പണത്തിൻ്റെ പേരിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ കരിയർ മുന്നോട്ട് കൊണ്ടുപോയില്ലാത്ത പക്ഷം ഞാനെങ്ങനെ എൻ്റെ സാമ്പത്തികം അല്ലെങ്കിൽ എൻ്റെ ഏർണിങ്സ്, എനിക്കൊരു സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, ഫാമിലിയൊക്കെ കാരണം എനിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങളുടെ ഫാമിലി ഒന്നിനും തടസ്സമാവില്ല. നല്ല കുടുംബം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു ഫാമിലി, നിങ്ങൾക്ക് നല്ലൊരു ഫാമിലിയും ഉണ്ട്, നല്ല കരിയറും ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ, സമ്പത്തും ഉണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവ് വരില്ല. മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം എന്താണോ അതിനെ ഇനിയും വളർത്തുക. അത് മനസ്സിൽ തന്നെ ഇരിക്കട്ടെ, അതിനെ നഷ്ടപ്പെടുത്തി കളയണ്ട. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ എന്ത് സാധിക്കുമോ അത് ചെയ്യുക. ഇപ്പോൾ ഓവറായിട്ട് നിങ്ങൾ ഹാർഡ് വർക്കൊന്നും ചെയ്യേണ്ട. ഇപ്പോൾ എന്താണോ നിങ്ങൾക്ക് സാധിക്കുന്നത് അത് ചെയ്യുക. അതിലൂടെ മുന്നോട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, ആ പുതിയ തുടക്കങ്ങളെല്ലാം കിട്ടി തുടങ്ങും. നിങ്ങളുടെ കരിയർ തളർത്ത് വരാൻ തുടങ്ങും. കണ്ടോ, ദൈവം കൊണ്ട് തരും എന്ന് പറയാം, അവസരങ്ങൾ കൊണ്ടുതരും. അതുപോലെ നിങ്ങൾക്ക് അതിൽ നിന്ന് സമ്പത്ത് ഉണ്ടാക്കാനും സാധിക്കും. അതുകൊണ്ട് അതോർത്തൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല.
നിങ്ങളുടെ ഇൻറ്റ്യൂഷന് ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂട്ടീവ് മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു മെസ്സേജ് വന്നായിരുന്നു, ഇതൊക്കെ ശരിയാവും എന്നൊരു തോന്നൽ വന്നു, അല്ലെങ്കിൽ ഇനിയൊരു ഹോപ്പ് ഉണ്ടോ എന്നൊക്കെ ഒരു തോന്നലുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ റീഡിങ് കാണാൻ വന്നത്. സോ അപ്പോൾ നിങ്ങൾ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യും. ഇപ്പോഴത്തെ ആ ഒരു വിഷമമൊക്കെ അങ്ങ് മാറും. എല്ലാം പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. ഒന്നുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല. ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അങ്ങ് മാറും. നിങ്ങൾക്ക് എന്ത് വരാൻ പോവുകയാണ്? സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, അല്ലെങ്കിൽ സാമ്പത്തികം കൂടുതൽ നേടാനുള്ള പുതിയ അവസരങ്ങൾ, കരിയറിൽ പുതിയ അവസരങ്ങൾ, കരിയറിൽ ആ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ട് തരും. എന്താ നിങ്ങൾ വേണ്ടത്? നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക, സമാധാനമായിട്ടിരിക്കുക. നിങ്ങളിപ്പോൾ സമാധാനത്തോടെ ഇരുന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക. ഫാമിലിയൊന്നും നിങ്ങളെ കരിയറിനെ മോശമായിട്ടൊന്നും ബാധിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാ സന്തോഷം തന്നെ കിട്ടാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ കരിയറിൽ സന്തോഷം വരും, നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾക്ക് നല്ല ഉയർച്ച വരും, നിങ്ങൾക്ക് അതുപോലെ നല്ല കുടുംബവും കിട്ടും അല്ലേ? നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ജീവിക്കാനും പറ്റും. ഇപ്പോൾ കുടുംബം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലിനി മുന്നോട്ട് നല്ലത് കിട്ടാൻ തുടങ്ങും. എന്താ പറയുക, പോസിറ്റീവ് എനർജീസ് കൂടി വരും. ഇനി കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, ഫാമിലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ആഘോഷം, സന്തോഷം ഒക്കെ വരുന്നുണ്ട്. സെലിബ്രേഷൻ, സന്തോഷത്തോടുള്ളൊരു കുടുംബം ഇല്ലേ, കൂട്ടുകാരുമൊത്തുള്ളൊരു ആഘോഷം, കണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. എല്ലാം പോസിറ്റീവ് കാർഡ്സാണ്. ഇപ്പോഴത്തെ സാഹചര്യമൊന്നും കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പോഴത്തെ ഒരു സ്റ്റാഗ്നൻ്റ് എനർജിയൊക്കെ അങ്ങ് മാറും. ഇതൊന്നും ഒന്നിനും തടസ്സമല്ല. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇപ്പം ക്ഷമയോടെ ഇരിക്കുക. ഇപ്പം എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം ചെയ്യുക. ഓവർലോഡ് എടുക്കണ്ട. ഈ കുടുംബവും നോക്കി, അല്ലെങ്കിൽ ഫാമിലിയെ നോക്കി, അല്ലെങ്കിൽ ഫാമിലിയുടെ ബാക്കിലോട്ടൊരു പുള്ളും കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പുഷ് ചെയ്യാൻ നോക്കും. അതിൻ്റെ ആവശ്യമില്ല. റെസ്റ്റ് എടുത്ത് സമാധാനത്തോടെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ട് കുറച്ച് ബ്രേക്ക് എടുത്താലും കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. പിന്നീട് നല്ലത് തന്നെയാണ് വരാൻ പോകുന്നത്. മനസ്സിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നല്ലത് പോസിറ്റിവിറ്റിയെ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടത് വരുന്നുണ്ട്. എല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഫാമിലി നല്ല പോലെ മുന്നോട്ട് പോവും. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നല്ല ഉയർച്ചകൾ, പുതിയ കാര്യങ്ങൾ വന്നു തുടങ്ങും. നിങ്ങൾക്ക് അതിൽ നിന്ന് സമ്പത്തും ഉണ്ടാക്കാൻ സാധിക്കും. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. റെസനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടദേവതയോട് നന്ദി പറയുക, താങ്ക് യു പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച്, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച്, ഇപ്പോൾ കരിയറോ റിലേഷൻഷിപ്പോ സാമ്പത്തികമായിട്ടോ എന്തിനെങ്കിലും പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ തുടർന്ന് അതിന് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.